മെഡ്മെന്ററിന്റെ വിക്ടറി ബാച്ച് ക്വിക്ക് റിവിഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ വെച്ച് ക്യാപ്സ്യൂൾ നോട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിന്റെ പേപ്പർ 4 എന്നുള്ള പേപ്പറാണ് നോക്കുന്നത്. അപ്പോൾ എക്സാമിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ച ക്വസ്റ്റ്യൻസ് അതെങ്ങനെയാണ് ആൻസറിലേക്ക് വരേണ്ടത്, നമ്മൾ ഏത് ഗൈഡ് ലൈനിലാണ് ആൻസർ എഴുതേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോണത് ആശ എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ച് കാണാറുള്ളതാണ്. അപ്പോൾ ആശ വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ ആശ എന്നുള്ളൊരു എബ്രിവേഷൻ എക്സ്പാൻഷൻ ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ആശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. സ്പെല്ലിങ് കറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്, അതാണ് ആശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആശ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ട് കമ്മ്യൂണിറ്റിയിൽ കാണുന്ന ഒരു ഇൻഡിവിജ്വൽസ് ആണ് ആശ വർക്കേഴ്സ്. അപ്പോൾ ആശ വർക്കേഴ്സിന്റെ മെയിൻ റോൾസും റെസ്പോൺസിബിലിറ്റീസും എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പേപ്പർ 4 ചോദിക്കാറുള്ളത്. അപ്പോൾ ആശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിന്റെയും കമ്മ്യൂണിറ്റിയുടെയും ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണ ഒരു ഇമ്പോർട്ടൻറ്റ് ബ്രിഡ്ജ് ആയിട്ടാണ് നമ്മൾ ആശാ വർക്കേഴ്സിനെ കൺസിഡർ ചെയ്യണത്. അപ്പം നമുക്ക് എന്തൊക്കെ സർവീസസ് ആണ് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ഹെൽത്ത് സർവീസസിലും അംഗനവാടി അങ്ങനത്തെ സർവീസസിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ വീടുകളിൽ വരുന്ന ആശാ വർക്കേഴ്സ് മുഖേനയാണ് നമ്മൾ കൂടുതൽ ഫെമിലിയർ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആശാ വർക്കേഴ്സിനെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇടയിലും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഫെസിലിറ്റിയുടെ ഇടയിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ബ്രിഡ്ജ് ആയിട്ടാണ് നമ്മൾ ആശാ വർക്കേഴ്സിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ആശാ വർക്കറിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ആദ്യത്തെ സ്ലൈഡിലൂടെ ഉള്ളത്. ആശ ഈസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് സർവീസ്. ഹെൽത്ത് സർവീസിന്റെയും കമ്മ്യൂണിറ്റിയുടെയും ഇടയിൽ ഒരു പെരിഫറൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് ആശാ വർക്കേഴ്സ്. ആശ മസ്റ്റ് ബി എ റെസിഡന്റ് ഓഫ് ദി വില്ലേജ്. നമുക്ക് നമ്മുടെ ഏരിയയിൽ ആശാ വർക്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആയിരിക്കും. ഒരു ഏരിയയിലുള്ള ആശാ വർക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിൽ തന്നെയുള്ള ഒരു റെസിഡന്റ് ആയിരിക്കണം. അത് നമ്മൾ കോമൺ ആയിട്ട് കാണാറ്, ഇപ്പൊ കേരളത്തിൽ കോമൺ ആയിട്ട് കാണാറ് വുമൻസിന് തന്നെയാണ് ആശാ വർക്കേഴ്സ് ആയിട്ട് കാണാറ്. കാരണം വുമൻസ് ആകുമ്പോൾ ഇത്തിരി കൂടിയും ഇന്ററാക്ഷൻ, ഇത്തിരി കൂടി ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷനും പിന്നെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും ഉള്ള കാരണമാണ് നമ്മൾ വുമൻസിന് ആശാ വർക്കേഴ്സ് ആയിട്ട് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വുമൻസ് മാരീഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വിഡോഡ് ആയിട്ടോ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വുമൻസിനാണ് നമ്മൾ ആശാ വർക്കേഴ്സ് എന്നുള്ള ക്രൈറ്റീരിയയ്ക്ക് ഓപ്റ്റ് ചെയ്യണത്. അവരുടെ ഒരു മേജർ ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 to 45 ഇയേഴ്സ്, അതിൻ്റെ ഉള്ളിൽ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ആശാ വർക്കേഴ്സ് എന്നുള്ളൊരു കാഡറിലേക്ക് സെലക്ട് ചെയ്യണത്. കേരളത്തിൽ നമ്മളിപ്പോൾ 25 to 45 ഇയേഴ്സ് ഒന്നും സ്ട്രിക്ട്ലി പാലിക്കാറില്ല, പക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ കിടക്കുന്നത് 25 to 45 ഇയേഴ്സ് ആണ്. അതുപോലെ തന്നെ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 8th സ്റ്റാൻഡേർഡ് വരെയെങ്കിലും അവർ ക്വാളിഫൈഡ് ആയിരിക്കണം. 8ാം ക്ലാസ് വരെയെങ്കിലും പഠിച്ചിട്ടുള്ള ഒരാൾക്കാരെ തന്നെയാണ് നമ്മൾ ആശാ വർക്കേഴ്സ് എന്നുള്ളൊരു ക്വാളിഫിക്കേഷനിലേക്ക് നമ്മൾ ഓപ്റ്റ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ വില്ലേജിൽ തന്നെയുള്ള ഒരു റെസിഡന്റ് ആയിരിക്കണം നമ്മുടെ ഏരിയയിലത്തെ ആശാ വർക്കർ. അതുപോലെ 25 to 45 ഇയേഴ്സിന്റെ ഇടയിലുള്ള ഒരു വുമൺ ആയിരിക്കണം. 8th സ്റ്റാൻഡേർഡ് വരെയെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളായിരിക്കണം. പിന്നെ നമുക്കറിയാം നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻഡിവിജ്വൽസിനെയും കമ്മ്യൂണിറ്റീസിനെയും ആയിട്ടും ഇന്ററാക്ട് ചെയ്യുന്ന ഒരാൾക്കാരാണ് ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർക്ക് എന്ത് വേണം? അവർക്ക് ഏറ്റവും നന്നായിട്ട് വേണ്ടതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ലീഡർഷിപ്പ് ക്വാളിറ്റീസും. നമ്മൾ പറയണ കാര്യങ്ങൾ ആൾക്കാരിലേക്ക് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ അവർക്ക് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം. അപ്പോൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ആശാ വർക്കേഴ്സിന് വേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആണ് ആശ. ആശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രിഡ്ജാണ്, കമ്മ്യൂണിറ്റിയുടെയും ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഇടയിലുള്ളൊരു ബ്രിഡ്ജാണ്. അതുപോലെ ആശാ വർക്കർ നമ്മുടെ ഏരിയയിൽ തന്നെ ഒരു റെസിഡന്റ് ആയിരിക്കണം, 25 to 45 ഇയേഴ്സിന് ഇടയിലായിരിക്കണം. അതുപോലെ തന്നെ 8ാം ക്ലാസ് വരെയെങ്കിലും മിനിമം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കണം. ഇതാണ് ഇൻട്രൊഡക്ഷൻ. നെക്സ്റ്റ് നമുക്ക് ഒരു ആശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 പോപ്പുലേഷനെ ഒരാശയായിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ ക്രൈറ്റീരിയ വെച്ച് ഫോളോ ചെയ്യണത്. അപ്പൊ ഇത് വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. 1000 പോപ്പുലേഷനെ ഒരാശ എന്നാണ് ക്രൈറ്റീരിയ.
ഒരു 1000 പോപ്പുലേഷൻ ഉള്ള ഒരു ഏരിയയിൽ ഒരു ആശയാണ് ഉണ്ടാവുക. അപ്പോൾ 1000 പോപ്പുലേഷന്റെ കാര്യങ്ങൾ ഒരു ആശയാണ് മോണിറ്റർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഇനി റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് 5 മാർക്കായിട്ട് ചോദിക്കാറ്, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആശ. നിങ്ങൾ ആശയെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എഴുതണം, പിന്നെ ഒരു ആശ കവർ ചെയ്യണ പോപ്പുലേഷൻ എത്രയാണെന്ന് എഴുതണം, പിന്നെ അതിന് ശേഷം മാത്രം ആൻസറിലേക്ക് കടക്കുക, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആശയിൽ വരുന്നത്, Asha will take steps to create awareness and provide information to the community on determinants of health such as nutrition, basic sanitation and hygienic practices. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു അവയർനെസ് നമുക്ക് വീടുകളിൽ വന്നിട്ട് തരുന്നത് നമ്മൾ കാണാറുണ്ട്. ആശാ വർക്കേഴ്സ് വീടുകളിൽ വന്നിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് തന്നെയാണ് ആദ്യത്തെ അവരുടെ ഡ്യൂട്ടീസിൽ വരുന്നത്. അതിപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ രീതിയിൽ ഇപ്പോൾ ന്യൂട്രീഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഹൈജീൻ ഫെസിലിറ്റീസിനെ കുറിച്ചിട്ടും ആശാ വർക്കേഴ്സ് നമുക്ക് വീടുകൾ തോറും വന്നിട്ട് ഒരു അവയർനെസ്, ബേസിക് ആയിട്ടുള്ള അവയർനെസ് നമ്മൾ സാധാരണക്കാരിലേക്ക് പെരിഫറലായിട്ട് എത്തിക്കുന്നു. അതാണ് ആദ്യത്തെ റോള്. രണ്ടാമത്തെ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഷീ വിൽ കൗൺസിൽ വുമൺ ഓൺ ബർത്ത് പ്രിപ്പയർനെസ്, ഇമ്പോർട്ടൻസ് ഓഫ് സേഫ് ഡെലിവറി, ബ്രസ്റ്റ് ഫീഡിംഗ് ആൻഡ് കോംപ്ലിമെന്ററി ഫീഡിംഗ്, immunization, contraception, prevention of common infections, including reproductive tract infections, sexually transmitted infections. അപ്പോൾ ഒരു നമുക്ക് വീടുകളിൽ വന്നിട്ട് അമ്മമാർക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് അതിനെ കുറിച്ചിട്ട് കൗൺസിൽ ചെയ്യുക, അതുപോലെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യണതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് കൗൺസിൽ ചെയ്യുക. അങ്ങനെ ഒരു കൗൺസിലിംഗ് സൈഡും കൂടിയും ആശാ കമ്മ്യൂണിറ്റിയിൽ ചെയ്യേണ്ടെന്ന് മനസ്സിലാക്കുക. അതാണ് നമുക്ക് സെക്കൻഡ് റോളിൽ വരുന്നത്. തേർഡ് റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഷീ വിൽ മൊബിലൈസ് ദി കമ്മ്യൂണിറ്റി ആൻഡ് ഫെസിലിറ്റി ദം ഇൻ ആക്സസിങ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് സർവീസസ് അവൈലബിൾ അറ്റ് ദി അംഗൻവാടി സബ് സെന്റേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് സച്ച് ആസ് ഇമ്മ്യൂണൈസേഷൻ, ആന്റിനാറ്റൽ ചെക്കപ്പ് എക്സെട്ര. നമ്മുടെ ഹെൽത്ത് ഫെസിലിറ്റികളിൽ എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യണത്, അത് വീടുകൾ തോറും വന്ന് ഇന്ന സർവീസസ് എല്ലാതും അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മൾ അറിയണത് ആശാ വർക്കേഴ്സ് വഴിയാണ്. ഇപ്പൊ അംഗൻവാടിയിലെ ഒരു ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സസ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുന്നത് ആശാ വർക്കേഴ്സ് വഴിയാണ്. ആശാ വർക്കേഴ്സ് വഴിയാണ് നമ്മൾ അത് അറിഞ്ഞിട്ട് ആ സർവീസിലേക്ക് എത്തുക. അത് കാരണം തന്നെയാണ് അവരെ ഒരു ഹെൽത്ത് സിസ്റ്റത്തിന്റെയും കമ്മ്യൂണിറ്റീൻ്റെ ഇടയിലത്തെ ഒരു ബ്രിഡ്ജ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എന്തെങ്കിലുമൊക്കെ സർവീസസ് ഉണ്ടെങ്കിൽ നമ്മൾ അറിയണത് പെരിഫറൽ വർക്കേഴ്സ് ആയിട്ടുള്ള ഈ ആശാ വർക്കേഴ്സ് വഴിയാണ്. നെക്സ്റ്റ് പോയിന്റ്, Asha will provide primary medical care for minor ailments such as diarrhea, fever and first aid for minor injuries. അപ്പോൾ ചെറിയ ചെറിയ മൈനർ ആയിട്ടുള്ള അസുഖങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് പോലത്തെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനും ആശാ വർക്കേഴ്സിന്റെ ഒരു റോളിൽ വരുന്നതാണ്. ഇപ്പോൾ ഒരു ഏരിയയിൽ ഡയേറിയ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഡയേറിയ റിപ്പോർട്ട് ചെയ്ത വീടുകളിൽ ചെന്നിട്ട് ORS പോലത്തെ സംഭവങ്ങൾ നമുക്ക് വീടുകൾ തോറും തരുന്നത് ആശാ വർക്കേഴ്സിന്റെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സേവനങ്ങൾക്കൊരു ഡിപ്പോർട്ട് ഹോൾഡറാണ് ആശാ വർക്കർ. ഇത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എന്തൊക്കെ സേവനങ്ങളാണ് ആശാ വർക്കർ വീടുകളിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്? ഒന്ന്, ORS പാക്കറ്റുകൾ നൽകും. പിന്നെ അയൺ ഫോളിക് ആസിഡ് ടാബ്ലറ്റുകൾ, ക്ലോറോക്വിൻ ടാബ്ലറ്റ് നമ്മൾ മലേറിയയെ വരാതിരിക്കാൻ കീമോപ്രൊഫിലാക്സിസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ മലേറിയയുടെ ട്രീറ്റ്മെന്റിനും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കീമോപ്രൊഫിലാക്സിസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്ലോറോക്വിൻ ടാബ്ലറ്റ്സ്. അതുപോലെ ഡോക്സിസൈക്ലിൻ, ഓറൽ പിൽസ്, കോണ്ടംസ്, ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമുക്ക് വീടുകൾ തോറും കൊടുന്നു തരുന്ന ഒരു ഡിപ്പോർട്ട് ഹോൾഡറാണ് ആശാ വർക്കർ. അപ്പോൾ ആശാ വർക്കർ എന്തിൻ്റെയൊക്കെ ഡിപ്പോർട്ട് ഹോൾഡറാണെന്ന് അറിഞ്ഞിരിക്കണം. ഓറൽ പിൽസ്, ഓറൽ ഹൈഡ്രേഷൻ തെറാപ്പിയുടെ ORS പാക്കറ്റുകൾ, അയൺ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സുകൾ, കോണ്ടംസ്, ഇതെല്ലാം വീടുകളിൽ എത്തിക്കുന്ന ഒരു ഡിപ്പോർട്ട് ഹോൾഡറാണ് ആശാ വർക്കർ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, ഷീ വിൽ ഇൻഫോം അബൌട്ട് ദി ബർത്ത് ആൻഡ് ഡെത്ത് ഇൻ ഹെർ വില്ലേജ് ആൻഡ് എനി അൺയൂഷ്വൽ ഹെൽത്ത് പ്രോബ്ലംസ്, ഡിസീസ് ഔട്ട്ബ്രേക്ക് ഇൻ ദി കമ്മ്യൂണിറ്റി ടു ദി സബ് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റർ. ഇപ്പം നമ്മുടെ ഏരിയയിൽ ഒരു ബർത്തോ ഡെത്തോ നടക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ഡിസീസ് റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും അവരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവരത് ഹയർ അതോറിറ്റിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു കീ റോള് ആശാ വർക്കേഴ്സ് ലീഡ് ചെയ്യുന്നുണ്ട്. ഒരു ബർത്ത് അല്ലെങ്കിൽ ഒരു ഡെത്തോ നടന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ എന്തെങ്കിലും ഡിസീസ് ഔട്ട്ബ്രേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അതെല്ലാം
ഹയർ അതോറിറ്റീസിലേക്ക് റിപ്പോർട്ട് ചെയ്യണ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ ആശാ വർക്കേഴ്സ് ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയാണ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആശാ വർക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആശാ വർക്കർ നമുക്ക് ബേസിക് ആയിട്ട് എന്താണ്, നമ്മുടെ വീടുകൾ തോറും വന്നിട്ട് ബേസിക് ആയിട്ടുള്ള അവയർനെസ് നൽകും. അതുപോലെ തന്നെ പ്രഗ്നന്റ് വുമൻസിനൊക്കെ ആണെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു നൽകും. കോൺട്രസെപ്ഷന്റെ ഇമ്പോർട്ടൻസ്, അത് യൂസ് ചെയ്യാൻ എന്തൊക്കെ ഡിസീസ് പ്രിവെന്റ് ചെയ്യാം, അങ്ങനത്തെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ അംഗനവാടിയിലും നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് പോലത്തെ ഹോസ്പിറ്റൽസിലും ഒക്കെ എന്തൊക്കെ സർവീസസ് ആണ് ഓരോ ദിവസം അവൈലബിൾ ആയിട്ടുള്ളത്, അതെല്ലാം നമുക്ക് വീട്ടിൽ വന്നിട്ട് നമുക്ക് പറഞ്ഞു തരും. അതുപോലെ ഒരുപാട് മൈനർ ഇൽനെസ്സിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ട്രീറ്റ്മെന്റ്സിന്റെ റിപ്പോർട്ട് ഹോൾഡറാണ് ആശാ വർക്കർ. എന്തൊക്കെയാണ് ആശാ വർക്കേഴ്സ് നൽകുന്ന ഫെസിലിറ്റീസ് എന്ന് ആലോചിച്ച് വെക്കണം. ഓറൽ പിൽസ് ആണെങ്കിലും ORS പാക്കറ്റ്സ്, അയൺ ഫോളിക് ആസിഡ് ടാബ്ലറ്റുകൾ, ഇതിനൊക്കെ ഡിപ്പോർട്ട് ഹോൾഡറാണ് ആശാ വർക്കർ. അതുപോലെ നമ്മുടെ ഏരിയയിൽ ഒരു ബർത്തോ ഡെത്തോ അതുപോലെ എന്തെങ്കിലും ഡിസീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഹയർ അതോറിറ്റീസിലേക്ക് റിപ്പോർട്ട് ചെയ്യണ ഒരു ഇമ്പോർട്ടൻറ്റ് റോളും കൂടി ആശാ വർക്കേഴ്സ് ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയാണ് ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആശാ വർക്കേഴ്സിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ആശാ വർക്കറിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എഴുതണം. ആശാ വർക്കർ എത്ര പോപ്പുലേഷൻ കവർ ചെയ്യുന്നുണ്ടെന്ന് എഴുതണം. അതുപോലെ ഈ 6 പോയിന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായാലും 5 മാർക്സ് നമുക്ക് എളുപ്പമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും.